الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അൽഅലാമത്തു അശ്ശൈഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് രചിച്ച ഫവായിദ് മുസ്തംബതത്തും മിൻ ഖിസ്സത്തി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കഥയിൽ നിന്ന് അഥവാ സൂറത്ത് യൂസുഫിൽ നിന്നുള്ള ഫവായിദുകൾ എന്ന റിസാലയാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലടുത്തത് അൽ ഫസ്ലുൽ ഖാമിസ്, അഞ്ചാമത്തെ ഫസ്ല്. വമിൻഹ, ഈ കഥയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ സൂറത്തിൽ നിന്നുള്ള ഫവായിദിൽപ്പെട്ടതാണ് ഫദ്ലുൽ ഈമാനിൽ കാമിൽ വൽ യഖീനി വത്തുമഅനീനതു ബില്ലാഹി വബിദിക്രിഹി. പൂർണ്ണമായ ഈമാനും അതുപോലെ യഖീനും അതുപോലെ അള്ളാഹുവിന്റെ ദിക്റിനെ കൊണ്ട് സമാധാനമടയുന്നതിന്റെയും ഫദ്ല് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ചരിത്രത്തിൽ നിന്ന്, ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണത്? حيث اتصف بها يوسف عليه السلام فأوجبت له الثبات في أمور كلها والاشتغال فيما هو يصدره من وظائف الحاضرة. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കേണ്ട അഥവാ ഈമാനോടുകൂടി ഉറച്ചു നിൽക്കേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. وهو في أحواله وتنقلاته مطمئن القلب ثابت النفس ليس عنده قلق لبعده عن أبيه وأحبابه. കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന് ആ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോഴെല്ലാം ആ ഒരു തുമഅനീനത്തും അതുപോലെ തന്നെ ദൃഢതയോടുകൂടി ഉറച്ചു നിൽക്കാനും സാധിച്ചിട്ടുണ്ട്, യാതൊരു നിരാശയോ വെപ്രാളമോ ഒന്നുമില്ലാതെ. കാരണം സ്വന്തം ഉപ്പാന്റെ അടുക്കൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നെല്ലാം അകറ്റിയിട്ടുണ്ട്. مع يعلمه من شدة الشوق والحب المفرط بينه وبين والديه خصوصا أبوه يعقوب. അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാമിന് ഉപ്പാനോടുള്ള ഇഷ്ടം അത് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്ന കാര്യമാണ്. കാരണം അത്രയധികം പരസ്പരം ഇഷ്ടമുള്ള ആളുകളാണ്. وهو يعلم المكان الذي هو فيه ويتمكن من مراسلته. യൂസുഫ് നബി അലൈഹി സ്വലാം പിന്നീട് മിസ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് മിസ്റിന്റെ അധികാരമായിട്ട് ഖജനാവകളുടെ ആളായിട്ട് പോലും യൂസുഫ് നബി അലൈഹി സ്വലാം ആദ്യം എന്ത് ചെയ്തിട്ടില്ല? ഉപ്പാക്ക് ഒരു കത്ത് എഴുതിയിട്ടില്ല. കാരണം ഉപ്പ എവിടെയാണെന്ന് ആർക്കറിയാം? യൂസുഫ് നബി അലൈഹി സ്വലാമിന് അറിയാം. ഉപ്പാക്കാണ് എന്തറിയാത്ത യൂസുഫ് എവിടെയാണെന്ന് അറിയാത്തത്. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാം അറിഞ്ഞിട്ടും അത് ഒരു തുമഅനീനത്ത് അള്ളാഹു അവിടെ നൽകുകയുണ്ടായി. ولكن اقتضت حكمة الله أن لا يحصل اللقاء إلا في تلك الحال التي اشتدت مشقتها وعظمت شدتها. പക്ഷേ അള്ളാഹുവിന്റെ ഹിക്മത്ത് അത് തീരുമാനിച്ചത് എന്താണ്? അതിന്റെ വിധി എന്തായിരുന്നു? ഏറ്റവും ആവശ്യമായ ഒരവസ്ഥയിൽ, ഏറ്റവും ഞെരുക്കമായ അവസ്ഥയിൽ, ആ അവസ്ഥയിൽ പരസ്പരം കണ്ടുമുട്ടുക, അല്ലെങ്കിൽ അവസാനത്തിൽ ഏറ്റവും നല്ലൊരു അവസ്ഥയിൽ കണ്ടുമുട്ടുക എന്നുള്ളത് കൊണ്ടാണ്. فعانه الله وأيده بروح منه وهذا من أجل ثمرات الإيمان. അല്ലാഹു തആല പ്രത്യേകം ഒരു ചൈതന്യം കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സഹായിക്കുകയും പിന്താങ്ങ് നൽകുകയും ചെയ്തു. ഇത് ഈമാനിന്റെ സമർത്ഥകളിൽ, നേട്ടങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പൂർണ്ണമായ ഈമാനുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിൽ ദൃഢതയുള്ള ഒരാൾക്ക്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് തുമഅനീനത്ത് കണ്ടെത്തുന്ന ഒരാൾക്ക് മാത്രമാണ് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ, പല പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പല നഷ്ടങ്ങളായിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കാം, സാമ്പത്തിക നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള പരീക്ഷണമായിരിക്കാം. അതിൽ ഒരു വെപ്രാളമോ അതുപോലെ തന്നെ അങ്ങനെയുള്ള അവസ്ഥകളൊന്നുമില്ലാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നവർ ഈമാൻ പൂർത്തീകരിച്ചവരും ദൃഢത എത്തിയവരും
അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദിക്റിൽ തുമനീനത്ത് കണ്ടെത്തുന്നവരുമാണ് എന്ന് ഈ കഥയിൽ നിന്ന് നമുക്കൊരു ഫായിദയാണ്. കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് യാതൊരു വെപ്രാളമോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിലാവട്ടെ അല്ലെങ്കിൽ വേറെ ഏത് സന്ദർഭത്തിലാവട്ടെ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കില്ല. ومنها മറ്റൊരു ഫായിദ أنه لا بأس بالاستعانة بالمخلوق في الأمور العادية التي يقدر عليها بفعله أو قوله وإخباره. മനുഷ്യരുടെ നിത്യമായിട്ടുള്ള സാധാരണയായിട്ടുള്ള ആവശ്യങ്ങളിൽ ഒരു സൃഷ്ടിയോട് സഹായം ചോദിക്കുക എന്നുള്ളത് കുഴപ്പമില്ലാത്ത കാര്യമാണ്, അനുവദനീയമായ കാര്യമാണ് എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം. അഥവാ ഏതെങ്കിലും ഒരു മനുഷ്യനോട് അവന് എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് പറഞ്ഞുകൊണ്ടോ എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളോട് സഹായം ചോദിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. കമാ ഖാല യൂസുഫ് ലില്ലദീ ظن أنه ناج منهما. ഏതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കിടന്ന സന്ദർഭത്തിൽ രണ്ടാളുകൾ ഉണ്ടായിരുന്നു. ആ രണ്ടാളുകളിൽ ഒരാൾ രക്ഷപ്പെടും, രാജാവിന്റെ വീഞ്ഞ് പാർന്നു കൊടുക്കുന്ന ആളായിട്ട് ഒരാൾ മാറും എന്ന് മനസ്സിലായിട്ടുണ്ട്. അയാളോട് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞ കാര്യം എന്താണ്? സൂറത്ത് യൂസുഫിലെ 42-ാമത്തെ ആയത്തിൽ കാണാം, ഉദ്കുർനി ഇൻദ റബ്ബിക്, നിന്റെ യജമാനന്റെ അടുത്ത് എന്നെ കുറിച്ച് നീ പറയണം. അഥവാ യാതൊരു കേസോ അതൊന്നുമില്ലാതെ അസീസിന്റെ അധികാരം കൊണ്ട് ജയിലിൽ അകപ്പെട്ട ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് നീ പോയി എന്ത് ചെയ്യണം, അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു സഹായം ചോദിക്കലാണ്. അപ്പോ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ, സാധാരണയായിട്ടുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ومن كمال إخلاص يوسف وكمال خلقه أنه لم يعاتب هذا الذي وصاه أن يذكره عند ربه فنسي. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഇഖ്ലാസിന്റെയും അതുപോലെ തന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഒരു ഉദാഹരണമാണ് ഇതേ വ്യക്തിയാണ് പിന്നീട് സ്വപ്നം കണ്ടിട്ട് എന്തിനു വരുന്നത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം അടുക്കൽ വരുന്നത്. അഥവാ രാജാവ് സ്വപ്നം കണ്ട് ഇതിന്റെ വ്യാഖ്യാനം ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ജോലിക്കാരൻ എന്ത് ഓർമ്മ വരുന്നത്, ഇങ്ങനെ ഒരാള് ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ, അയാൾക്ക് സ്വപ്ന വ്യാഖ്യാനം അറിയാലോ എന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിക്കുന്നത്. ആ വന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ നീ എന്തുകൊണ്ട് നിന്റെ യജമാനോട് ആദ്യം ഓർമ്മിപ്പിച്ചില്ല എന്ന രീതിയിൽ യൂസുഫ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്തിട്ടില്ല, ഒരാക്ഷേപം നടത്തിയിട്ടില്ല. വജാഅ യസ്അലുഹു അൻ റുഅ്യാൽ മലിക്, അയാൾ വന്ന് രാജാവിന്റെ സ്വപ്നത്തെ പറ്റി പറഞ്ഞു. ഫഅജാബഹു, യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു. വലം യുആതിബ് ഔ യുഅന്നിഫ് ഔ യുആമിൽഹു ബിസൂഇ ഖുലുഖി, യൂസുഫ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്തിട്ടില്ല, ഒരു തരത്തിലോ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മോശപ്പെട്ട ഒരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല. വബിഹുസ്നിൽ ഖുൽഖി തഹ്സലു ലിൽ അബ്ദിൽ ഹയാത്തു ത്വയ്യിബ അൽ ആജില വൽ ആജില, ഏറ്റവും നല്ല ഈ സ്വഭാവം കൊണ്ടാണ് ത്വയ്യിബായിട്ടുള്ള ഒരു ജീവിതം ഒരു അടിമക്ക് ലഭിക്കുകയുള്ളൂ. ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ ഹയാത്തും ത്വയ്യിബ് വേണമെങ്കിൽ നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം എന്നും മനസ്സിലാക്കാം. വമിൻഹ, മറ്റൊരു ഫായിദ, അന്നൽ ഇൻസാന ഇദാ വുജ്ജിഹത് ലഹു തുഹ്മത്തുൻ ഹുവ ബരീഉൻ മിൻഹാ ലാ യുലാമു അലാ ത്വലബി الطرق والوسائل التي يحصل بها الوضوح والبيان العام للناس. എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ സംശയിക്കപ്പെടുന്നവനാണെങ്കിൽ ആ സംശയം നീക്കാൻ വേണ്ടി, അത് വ്യക്തമാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം തേടുക എന്നുള്ളത് പിന്നെ ആക്ഷേപിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല, അതൊരാൾക്ക് ചെയ്യാവുന്നതാണ് എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് സംഭവം? കമാ ഫഅല യൂസുഫ് അലൈഹിസ്സലാം മഅ തൂലി മുക്തിഹി ലമ്മാ ജാഅഹു الرسول يستدعيه للحضور عند الملك. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കടന്നത് എന്തിന്റെ പേരിലാണ്? സ്ത്രീകൾ ഉണ്ടാക്കിയ ഒരു ഫിത്നയുടെ വിഷയത്തിൽ ആ അസീസ് അതൊഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, ജയിലിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാം നിരപരാധിയാണ് എന്നോ തെറ്റുകാരനല്ല എന്നോ അറിയില്ല. പക്ഷെ ആളുകൾക്ക് എന്താണെന്ന് വ്യക്തമല്ല. പിന്നീട് ഈ മലിക്കിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തത് കഴിഞ്ഞ് യൂസുഫിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി മലിക്ക് ഒരു ഭടനെ അയക്കുകയുണ്ടായി, യൂസുഫ് നബി അലൈഹി ഇസ്ലാം അടുക്കൽ അയക്കുകയുണ്ടായി. പക്ഷെ ആ സമയത്ത് വരാൻ പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തിരിച്ചു പറഞ്ഞ മറുപടി, ഇർജിഅ, നീ മടങ്ങിപ്പോവുക, ഇലാ റബ്ബിക്, നിന്റെ യജമാനന്റെ അടുക്കിലേക്ക്. ഫസ്അൽഹു മാ ബാലു നിസ്വതി ല്ലാതി ഖത്തഅന ഐദിയഹുൻ, ഞാൻ ഇവിടെ കിടക്കാൻ കാരണമായിട്ടുള്ള ആ സ്ത്രീകൾ,
അവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുക. അഥവാ ഞാൻ നിരപരാധിയാണ് എന്ന് എല്ലാവരുടെ മുമ്പിലും തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ പുറത്തേക്ക് വരുള്ളൂ എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് തഫ്സീർ ഇബ്നു കസീറിലെല്ലാം കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പറയുന്നിടത്ത്, യൂസുഫ് നബിയുടെ ചരിത്രം പറയുന്നിടത്ത് പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനാണെങ്കിൽ വേഗം ജയിലിൽ നിന്ന് പുറത്താകാൻ നോക്കുമായിരുന്നു എന്ന്. അതായത് അത്രയും കാലം, ഏകദേശം 7 വർഷത്തോളം ജയിലിൽ കിടക്കുകയാണ് ഒരു കാരണമില്ലാതെ. അപ്പൊ പുറത്ത് കിടക്കാൻ ഒരു വഴി വന്നപ്പോഴാണ് യൂസുഫ് നബി അലൈഹി സ്വലം എന്ത് ചെയ്തത്? എന്റെ നിരപരാധിത്വം തെളിഞ്ഞിട്ടേ ഞാൻ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പൊ അത്രയും ക്ഷമ കാണിച്ചിരുന്ന ആ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അവിടെ ആ ഒരു രീതി ഉപയോഗിച്ചു യൂസുഫ് നബി അലൈഹി സ്വലാം. ആ സംഭവം എല്ലാം പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഹൈസു ബി അന്ന لكل أحد براءته التامة التي لا شبهة فيها فلم يخرج من السجن لمواجهة الملك إلا في حالة براءته وهيبته ورفعته وتعليم منهم لعلمه وفضله ونزاهته عليه الصلاة والسلام. യൂസുഫ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? ഒരു സംശയമില്ലാത്ത രീതിയിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടതിന് ശേഷം പൂർണ്ണമായ ഇജ്ജത്തോടും ഹൈബത്തോടും അതുപോലെ തന്നെ ആ ഏറ്റവും നല്ലൊരു അവസ്ഥയിൽ ആളുകൾക്കിടയിൽ ആ അവസ്ഥയിലെ ഞാൻ പുറത്തേക്ക് വരികയുള്ളൂ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുകയുണ്ടായി. അപ്പോ ഇവിടെ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംശയമുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് വ്യക്തമാക്കി കൊടുക്കാൻ, ഞാൻ നിരപരാധിയാണെന്ന് അറിയിച്ചു കൊടുക്കാൻ, അതിന്റെ വ്യക്തത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ആക്ഷേപാർഹമല്ല, അത് ചെയ്യാവുന്നതാണ് എന്ന് ഈ ചരിത്രത്തിൽ നീട്ടുന്ന ഒരു ഫായിദയാണ്. അടുത്തത് അൽ ഫസ്ലു സാദിസ്, 6ാമത്തെ ഫസ്ല്. വമിൻ ദാലിക, ഫവായിദുകളിൽ പെട്ടതാണ്, أن يوسف عليه السلام جمع لهم بين تعبير رؤيا الملك وبين ما ينبغي لهم أن يفعلوه ويدبروه في سنين الخصب للاستعداد لسنين الجدب. യൂസുഫ് നബി അലൈഹി ഇസ്ലാം രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അതിനുശേഷം ആ നാട്ടിൽ അനുഭവിക്കാൻ പോകുന്ന 7 വർഷത്തെ നല്ല വിളവ് ലഭിക്കുന്ന കാലത്തെയും പിന്നീടുള്ള 7 വർഷം ദാരിദ്ര്യം അനുഭവിക്കുന്ന 7 വർഷത്തെയും അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യവും യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഏറ്റെടുക്കുകയുണ്ടായി. എന്നിട്ട് ഈ ഭാഗത്തെ വിശദീകരിക്കുകയാണ്. വഹീന ഖാല ലഹുൽ മലിക് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ സ്വപ്നം വ്യാഖ്യാനിച്ച് ജയിലിൽ നിന്ന് പുറത്തു വന്ന സന്ദർഭത്തിൽ രാജാവ് പറഞ്ഞു, ഇന്നക അൽയൗമ ലദൈനാ മക്കീനുൻ അമീൻ, ഇന്ന് തീർച്ചയായിട്ടും നിനക്ക് നല്ലൊരു സ്ഥാനം, പദവി നമ്മുടെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞു. പ്രത്യേക ഒരു സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞു. ഐ തതമക്കന മിൻ ഉമൂരിൽ മംലകതി വതദാബീരിഹാ, അതിനുദ്ദേശം എന്താണ്? രാജ്യത്തിന്റെ ഭരണത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിലും നിനക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയാനും തീരുമാനമെടുക്കാനും ഉള്ള ഒരു അവസരമുണ്ട്. മുഫവ്വിദുൻ ഇലൈഹിൽ ഉമൂർ ലി അമാനതിഹി വകഫാഅതിഹി വകമാലി സിഖതി ബിഹി, അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വസ്തതയിലും പൂർണ്ണതയിലും കാര്യങ്ങൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിക്കാം എന്ന മലിക്കിന് മനസ്സിലായി. ഫൽ മലിക് ഹുവല്ലദി ബിതദഅ തൗലിയതഹു വതഫീൽ അൽ ഉമൂരി ഇലൈഹി. അപ്പോൾ രാജാവാണ് എന്ത് ചെയ്തത്? ആദ്യം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ ഒരു സ്ഥാനം കൊടുത്ത് ആ ഒരു വിലായത്ത് ഏൽപ്പിക്കാൻ സാധിക്കുന്ന ആളാണ് എന്ന് തെരഞ്ഞെടുത്തത് ആരാണ്? മലിക്കാണ്. കാരണം പലരും ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം രാജാവിനോട് അങ്ങോട്ട് ചെന്ന് പറയുകയുണ്ടായത് എനിക്ക് അധികാരം വേണം എന്ന് ചോദിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയല്ല, മലിക്കാണ് എന്ത് ചെയ്തത്? ആദ്യം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ തെരഞ്ഞെടുത്തത്. അങ്ങനെ ഉണ്ടായപ്പോൾ വഹുവല്ലദീ യഖ്തറഹ അൻ യകൂന അലാ ഖസാഇനിൽ അർളി വജബായതിഹാ വതസ്രീഫിഹാ ലിഅജ്ലി ഉമൂമിൽ മസ്ലഹ, അപ്പോഴാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, എന്നാൽ പൊതുവായിട്ടുള്ള ഒരു മസ്ലഹത്തിന് വേണ്ടി, അഥവാ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു നന്മയ്ക്ക് വേണ്ടി ഖജനാവിന്റെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കാം. കാരണം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ ഖജനാവിന്റെ കാര്യമാണ്, അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞത്. വലിഹാദാ ഖാല, അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു സൂറത്ത് യൂസുഫിലെ 55ാമത്തെ ആയത്തിൽ, ഇജ്അൽനി അലാ ഖസാഇനിൽ അർളി ഇന്നി ഹഫീദുൻ അലീം, എനിക്ക് എന്ത് ചെയ്തോളൂ? ഖജനാവിന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചോളൂ, ഞാനത് നോക്കിക്കോളാം. അപ്പൊ രാജാവാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ആദ്യം തെരഞ്ഞെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ ഉത്തരവാദിത്തം, ഖജനാവിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അഥവാ എന്താണ് ഉദ്ദേശിച്ചത്? അയഹ്ഫദുൽ ഹാസിലാത്തിൽ വൽ ഗല്ലാത്ത് വഅലമു കൈഫിയത തസ്രീഫിഹാ വതദ്ബീരിഹാ, ഞാൻ ഈ വിളവെടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലഭിക്കുന്നത് എന്താണോ അത് കൃത്യമായി അതിന്റെ കാര്യങ്ങൾ നോക്കാം. فحينئذ اعتني في سنين الخصب بالزروعات الهائلة وجباها في مخازنها
وفي سنبلها واجتهد في الاقتصاد في أكلهم أيام السنين الخصيبة لتتوفر الغلال ويكون لها النفع العام. അഥവാ ഈ വിളവെടുപ്പ് നടത്തുമ്പോൾ ആ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് അടുത്ത ആ കഷ്ടപ്പാട് വരുന്ന സമയത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുറഞ്ഞ അളവിൽ മാത്രം അത് ഉപയോഗിക്കുകയും അങ്ങനെ പൊതുവായിട്ടുള്ളൊരു ഉപകാരം ഉണ്ടാക്കുകയും ചെയ്യാം എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം തീരുമാനിക്കാനുള്ള കാരണം. എന്നിട്ട് പറയാണ് അവിടെ ഉണ്ടായ യൂസുഫ് നബി അലൈഹിസ്സലാം എത്ര കൃത്യമാണ് ആ കാര്യങ്ങൾ കൊണ്ടു നടന്നത് എന്ന് പറയാണ്. فحين جاءت السنون المجدبات وعم الجدب للأقطار المصرية وما جاورها من الأقطار. ആ ദാരിദ്ര്യം വന്ന സമയത്ത്, കഷ്ടപ്പാട് വന്ന സമയത്ത് മിസ്രിൽ മാത്രമല്ല, മിസ്രിന്റെ ചുറ്റുഭാഗത്തുള്ള നാടുകളിൽ പോലും ആ കഷ്ടപ്പാടുകൾ ഉണ്ടായി, മഴയില്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അങ്ങനെ ആ നാട്ടുകാരുടെ കയ്യിൽ, അഥവാ ചുറ്റുമുള്ള നാട്ടുകാരുടെ കയ്യിലുള്ളതെല്ലാം കുറഞ്ഞു വന്നപ്പോ എല്ലാവരും മിസ്രിനെ ലക്ഷ്യമാക്കി വരാൻ തുടങ്ങി, അവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? ചോദിച്ചു വരുന്ന ഓരോ നാട്ടുകാർക്കും അവരുടെ ആവശ്യം എത്രയാണോ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഓരോന്ന് വീതിച്ചു കൊടുക്കാനൊക്കെ തുടങ്ങി. ലാ യസീദു കുല്ല വാഹിദിൻ അലാ ഹംലിൽ ബഈരി ഖൗഫൻ മിൻ അല്ലാ യഹ്താജുഹു അൽ മുഹ്തകിറൂന വയഹ്സലു ദററു അലൽ മുഹ്താജീന അൽ മുഅവ്വിസീൻ. കൃത്യമായി ആവശ്യക്കാർക്ക് എത്രയാണോ വേണ്ടത് അത് മാത്രം. കാരണം ഇനി ആളുകൾ വരുമ്പോ അവർക്കും ലഭിക്കേണ്ട രീതിയിലാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം കൊടുത്തിട്ടുള്ളൂ, കണക്ക് വെച്ചിട്ടാണ് കൊടുത്തത്. വലിഹാദാ മിൻ ജുംലതി മാ ആലജ ഇഖ്വതു യൂസുഫ് അബാഹും ലിഇർസാൽ ബിൻയാമീൻ മഅഹും അൻ ഖാലു. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ ഉപ്പാനോട് പോയിട്ട് ബെന്യാമിനെ കൂടി ഞങ്ങളെ കൂടി അയക്കണം. എന്തിനു വേണ്ടി? 65-ാമത്തെ ആയത്തിൽ വനസ്ദാദു കൈല ബഈർ, ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അതായത് ഒരാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഒരു ആൾക്കുള്ളത് കൂടി കൂടുതൽ അവിടുന്ന് ലഭിക്കും. അതുകൊണ്ട് ബെന്യാമിനെ കൂടി വിടണം എന്ന് പറയാൻ ഒരു കാരണം. ഐ ഇദാ കാന മഅനാ ഹസല ലനാ സിയാദതു കൈല ബഈർ, ബെന്യാമിൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരാളുടെ കൂടി കൂടുതൽ ലഭിക്കും. ലിഅന്ന ആയിലത യാഖൂബ് കസീറൂന യഹ്താജൂന ഇലാ മീറത്തിൻ കസീറത്തിൻ, കാരണം യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബം കുറെ ആളുകളുണ്ട്, അതുകൊണ്ട് കുറെ സാധനങ്ങൾ അവർക്ക് ആവശ്യമാണ്. ഫഹസൽ ലിഹാദിഹിൽ അഅമാലിൽ ജലീല അലാ യദി യൂസുഫ് നഫ്ഉൻ ലിൽ ഖൽഖി അദീമുൻ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ ഈ കാര്യം ഏൽപ്പിച്ചത് കൊണ്ട് വലിയൊരു നേട്ടമാണ് എല്ലാവർക്കും ഉണ്ടായത്. വഇസാലത്തു ദറൂറാത്തിൻ വദഫഉ ഹാജാത്തിൻ വതഹ്മീലു ലിശ്ശിദ്ദാത്തി വൽ ഖുർബാത്ത്, ആ ഞെരുക്കം നീങ്ങിക്കിട്ടാനും അതുപോലെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ലഭിക്കാനും ആ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടാനും അതിന് കാരണമായിട്ടുണ്ട്. അഥവാ ഇവിടെ ഉദ്ദേശിച്ച കാര്യം, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ സ്വപ്നം വ്യാഖ്യാനിച്ച് അവിടുന്ന് വിട്ടുപോകുകയല്ല ഉണ്ടായത്. രാജാവ് പ്രത്യേകമായി സ്ഥാനം അഥവാ ഭരണകാര്യങ്ങളിൽ തീരുമാനിക്കാൻ ഒരു സ്ഥാനം കൊടുത്തപ്പോൾ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അത് കൃത്യമായ നിലയിൽ നിർവഹിക്കുകയും ചെയ്ത ആളാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മളെ കൊണ്ടൊരു പൊതുവായിട്ടുള്ള മസ്ലഹത്ത് ഉണ്ടാകുന്ന അവസരങ്ങളിൽ അത് ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകൾ അത് ചെയ്യേണ്ടതാണ്, അഥവാ അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ. മറ്റൊരു ഫായിദ ഈ കഥയിൽ നിന്നുള്ള അഥവാ ഈ സൂറത്തിൽ നിന്നുള്ള വമിൻഹാ മശ്റൂഇയ്യത്തു ദിയാഫ, ആതിഥേയത്വം ഏറ്റവും നല്ല രീതിയിൽ നൽകുക എന്നുള്ളതിന് ഈ ചരിത്രത്തിൽ ഈ കഥയിൽ ഒരു പാഠമുണ്ട്. എന്താണ്? വഅന്നഹാ മിൻ സുനനിർ റുസുൽ, നല്ല ആതിഥേയത്വം നൽകുക എന്നുള്ളത് റസൂലുകളുടെ നബിമാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വിയാഫത്ത് നൽകിയ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ലൊരു പശുക്കുട്ടിയെ അതും ഏറ്റവും നല്ല രീതിയിൽ വേവിച്ച് അവരുടെ അടുക്കൽ അങ്ങോട്ട് കൊണ്ടുവച്ച് കൊടുത്തുകൊണ്ട് ആതിഥേയത്വം ഏറ്റവും നല്ലത് ചെയ്തിരുന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലും അത് കാണാം. എപ്പോഴാണ്? വഖററത്ഹാ ഹാദിഹി ശരീഅ ലിഖൗലി യൂസുഫ്, ഈ ശരീഅത്തിൽ അത് പഠിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് നോക്കൂ, തന്റെ സഹോദരന്മാർ വന്ന സന്ദർഭത്തിൽ അലാ തറൗന അന്നി ഊഫിൽ കൈല വഅന ഖൈറുൽ മുൻസിലീൻ, ഞാൻ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം തൂക്കി നൽകുന്ന ആളായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ ഇവിടെ ആതിഥേയത്വം നൽകി നിങ്ങളെ സൽക്കരിക്കുകയും ചെയ്തിട്ടില്ലേ എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും നല്ല രീതിയിൽ അതിഥിയെ സൽക്കരിക്കുക എന്നുള്ളത്. നമുക്ക് ഹദീസ്
ഹദീസിൽ കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. ആരാണോ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നത് അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ, അഥവാ ഏറ്റവും നല്ല രീതിയിൽ സൽക്കരിക്കട്ടെ എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. വമിൻഹ, അതുപോലെ മറ്റൊരു ഫായിദ, അൻ ഇസ്തിഅമാൽ അൽ അസ്ബാബിൽ വാഖിയത്തി മിനൽ ഐനി ഔ ഗൈരിഹാ ഗൈറ മംനൂഇൻ ബൽ ജായിസുൻ ഔ മുസ്തഹബ്ബുൻ ബിഹസ്ബി ഹാലിഹി. കണ്ണേറ് അതുപോലെയുള്ള കാര്യങ്ങളെ തൊട്ട് ഒരു രക്ഷ നേടാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് മംനൂ ആയിട്ടുള്ള കാര്യമല്ല, അഥവാ തടയപ്പെട്ടിട്ടുള്ള വിരോധിക്കപ്പെട്ടുള്ള കാര്യമല്ല, അത് ജായിസ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഒരു അവസ്ഥ അനുസരിച്ച് മുസ്തഹബായിട്ടുള്ള കാര്യമാണ്. അഥവാ ദീനിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ് കണ്ണേറ് സത്യമാണ് എന്നുള്ളത്. അതിന് പല ഉദാഹരണങ്ങളും സഹാബികളുടെ കാലത്ത് തന്നെ ഉണ്ടായ പല കാര്യങ്ങളും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ കണ്ണേറ് എന്നുള്ളത് ശൈത്താനിന്റെ ഒരു പ്രവർത്തനം മൂലം നടക്കുന്ന അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? വല്ല സഹോദരിയുള്ള അനുഗ്രഹമോ നന്മയോ എല്ലാം കാണുമ്പോൾ ബാറക്കല്ലാഹ് മാഷാ അല്ലാഹ് എന്നിങ്ങനെ പറയുകയാണ് വേണ്ടത്. ഇവിടെ സൂറത്ത് യൂസുഫിലെ ഒരു സംഭവം, കണ്ണേറ് പോലെയുള്ള കാര്യങ്ങൾ തട്ടുന്നതിൽ നിന്ന് രക്ഷക്കായിട്ട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് കുറ്റമുള്ള കാര്യമല്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നറിയാൻ സാധിക്കും. എന്താണ് ആ കാര്യം? വൈൻ കാനത് ജമീഉൽ ഉമൂരി ബിഖളാഇല്ലാഹി വഖദ്രിഹി, എല്ലാ കാര്യവും അള്ളാഹുവിന്റെ ഖളാഇന്റെയും ഖദറിന്റെയും അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. ലാകിനിൽ അസ്ബാബിൽ വാഖിയ ഔ ദാമിഗത് മിൻ ഖളാഇല്ലാഹി വഖദ്രിഹി, അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷയേകുന്ന സബബുകൾ സ്വീകരിക്കുക എന്നുള്ളതും അള്ളാഹിന്റെ ഖദറിൽപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഒരു അപകടം ഉണ്ടെങ്കിൽ ആ അപകടം അള്ളാഹിന്റെ ഖദറിൽപ്പെട്ട കാര്യമാണ്. അതിൽ പോയി ചാടാതിരിക്കുക, അതിൽ നിന്ന് രക്ഷയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും ഖദറിൽപ്പെട്ട കാര്യമാണ്. ഇപ്പോ ചികിത്സിക്കുന്നത് പോലെ രോഗം അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ട ഒരു കാര്യമാണ്, എന്നാൽ ചികിത്സിക്കുക എന്നുള്ളതും അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ കണ്ണേറ് പോലുള്ള കാര്യങ്ങൾക്കും രക്ഷയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ബിശർത്തി അയ്യഫ്അലഹൽ അബ്ദു വഹുവ മുഅ്തമിദുൻ അലാ മുസബ്ബിബിഹാ, പക്ഷേ അവൻ ദൃഢമായി വിശ്വസിക്കണം, ആശ്രയിക്കുന്നത് അള്ളാഹുവിന്റെ മേലെ മാത്രമാണ്. നമ്മൾ രോഗത്തിന് മരുന്ന് കഴിച്ചു എന്നുകൊണ്ട് മരുന്നോണ്ടാണ് രോഗം മാറി വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. അള്ളാഹുവിനെ കൊണ്ടാണ് എന്നുള്ള വിശ്വാസത്തിലായിരിക്കണം. لأن يعقوب عليه السلام حين أراد أن يوصي بنيه لما أرسل بنيامين معهم, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ ചെറിയ മകനായിട്ട് ബെന്യാമീനിനെ സഹോദരങ്ങളുടെ ബാക്കിയുള്ള മക്കളുടെ ഒപ്പം പറഞ്ഞയക്കുമ്പോ, മിസ്റിലേക്ക് പറഞ്ഞയക്കുമ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ബനിയ, 67-ാമത്തെ ആയത്ത്, എന്റെ മക്കളെ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഒരു വാതിലൂടെ പോകരുത്. 11 മക്കളുണ്ടാവും, ആ മക്കള് എല്ലാവരും കൂടി ഒരുമിച്ചൊരു വാതിലൂടെ പോകരുത്. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫരിഖ, നിങ്ങൾ വ്യത്യസ്ത വാതിലൂടെ വേണം പോകാൻ. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, അല്ലാഹുവിൽ നിന്നുള്ള ഒന്നിനെ തൊട്ടും ഞാൻ നിങ്ങൾക്ക് രക്ഷ നൽകാൻ കഴിയില്ല, അതിനൊന്നും വഴിയൊന്നുമില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, എല്ലാ കാര്യങ്ങളുടെയും തീരുമാനം അല്ലാഹുവിന്റെ കയ്യിലാണ്. അലൈഹി തവക്കൽതു, അവന്റെ മേലെയാണ് ബരമേൽപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് വഖബറ തആല അന്നഹും ഇംതസലു അംറ അബീഹിം, ആ മക്കൾ എന്ത് ചെയ്തു? എന്താണോ ഉപ്പ പറഞ്ഞത് അതുപോലെ തന്നെ ഒറ്റ വാതിലൂടെ കടക്കാതെ വ്യത്യസ്ത വാതിലൂടെ കടന്നു. وأن هذا الأمر لم يغن شيئا إلا حاجة في نفس يعقوب قضاها وهو شفقة الوالد على أولاده. ആ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഖദറിൽ എന്തെങ്കിലും മാറ്റം വരാൻ പറ്റുമോ? പറ്റൂല. യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? മക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോണ കണ്ട് ആരെങ്കിലും കണ്ണേറ് തട്ടണ്ട, അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണ്ട എന്നുള്ളത് കൊണ്ടാണ് വ്യത്യസ്ത കഥകളിലൂടെ പോകാനുള്ള ഒരു രക്ഷാമാർഗം എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അള്ളാഹുവിൽ നിന്ന് വരുന്ന ഒരു കാര്യത്തെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, ഇത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മക്കളോടുള്ള ആ ഷഫഖത്തിന്റെ ആ ഒരു മക്കളോട് തോന്നുന്ന ആ ഒരു ഷഫഖത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പറയാണ് വശരീഅത്തു ജാഅത് ബിഇസ്ബാത്തിൽ അസ്ബാബിൻ നാഫിഅ ദീനിയ്യ വദുന്യവിയ്യ വൽഹസ്സു അലൈഹാ മഅൽ ഇസ്തിആനതി ബില്ലാഹ്. ഇവിടെ
ശരീഅത്തിന്റെ ശരീഅത്ത് വന്നിട്ടുള്ളത് നിയമങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്ബാത്തിൽ അസ്ബാബിൻ നാഫിഅത്തി ദീനിയ വ ദുനിയവിയ, ദീനിയായിട്ടുള്ളതും ദുനിയവിയായിട്ടുമുള്ള എല്ലാ ഉപകാരപ്രദമായ കാരണങ്ങളെയും ഉപയോഗിക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് ശരീഅത്ത് വന്നിട്ടുള്ളത്. വൽഹസ്സു അലൈഹ, അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മഅൽ ഇസ്തിആനതി ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടിക്കൊണ്ട്. കമാ സബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇഹ്രിസ് അലാ മാ യൻഫഉക് വസ്തഈൻ ബില്ലാഹ്, ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ വന്നിട്ടുള്ളത് പോലെ. എന്താണ്? ഇഹ്രിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരമുണ്ടാക്കുന്ന കാര്യത്തിൽ നീ അതീവ താല്പര്യം കാണിക്കുക. വസ്തഈൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടുകയും ചെയ്യുക. അതായത് എന്താണോ ഉപകരിക്കുന്ന ഹലാലായിട്ടുള്ള അസ്ബാബുകൾ, അത് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനോ ദോഷം തടയാനോ ഉള്ളത് അതൊരു മനുഷ്യൻ തിരഞ്ഞെടുക്കണം, അവൻ ചെയ്യണം, അവൻ പ്രവർത്തിക്കണം. പക്ഷെ പൂർണ്ണമായും അള്ളാഹുവിൽ സഹായം തേടിക്കൊണ്ട് അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം. കാരണം അള്ളാഹു ഖദാ ആക്കിയിട്ടുള്ള, അള്ളാഹു വിധിച്ചിട്ടുള്ള ഒരു കാര്യത്തിലും ഒരു മാറ്റവും വരുത്താനും നമുക്ക് ആർക്കും സാധിക്കില്ല എന്നുള്ള ബോധത്തിലായിരിക്കണം ഏതൊരു കാര്യത്തിനും രക്ഷയായിട്ടൊരു സബബിനെ നമ്മൾ സ്വീകരിക്കാൻ. അത് ഈ കഥയിൽ നിന്ന്, ഈ സൂറത്തിൽ ലഭിക്കുന്ന ഒരു ഫായിദയാണ്. വമിൻഹ, അതുപോലെ തന്നെ جواز استعمال الحيل والمكائد التي يتوصل بها إلى حق من الحقوق الواجبة والمستحبة أو الجائزة. ഒരു തന്ത്രം ഉപയോഗിക്കുക എന്നുള്ളത്, എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു തന്ത്രം ഉപയോഗിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. എപ്പോൾ? നിർബന്ധമായിട്ടുള്ള ഒരു അവകാശം ലഭിക്കാൻ, അല്ലെങ്കിൽ മുസ്തഹബോ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യം ലഭിക്കാൻ വേണ്ടിയിട്ട്, ഹറാമിന് വേണ്ടിയിട്ടല്ല. ഒരു കാര്യം നിർബന്ധമാണ്, ലഭിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ലഭിക്കൽ അനുവദിക്കപ്പെട്ടതാണ്. ആ ഒരു കാര്യം നടക്കാൻ വേണ്ടി എന്തുപയോഗിക്കാം? എന്തെങ്കിലും ഒരു തന്ത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റല്ല. ഇവിടെ പറയാനുള്ള കാരണം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, കമസ്തഅമല യൂസുഫ് ദാലിക മഅ അഖീഹി, ഏതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരനെ കൊണ്ട് ചെയ്തതുപോലെ, തന്റെ അനിയനെ കൊണ്ട് ബെന്യാമീനെ കൊണ്ട് ചെയ്തതുപോലെ. എന്താണ് ചെയ്തത്? പറയുന്നത് ഹൈതു വലഅ സിഖായ ഫി റഹ്ലി അഖീഹി, യൂസുഫ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? തന്റെ സഹോദരനെ തന്നോടൊപ്പം കിട്ടാൻ വേണ്ടിയിട്ട്, അഥവാ ബാക്കിയുള്ള യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട് സഹോദരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്റെ ഒപ്പം നിർത്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? അവിടെ അളന്നു കൊടുക്കുന്ന ആ പാത്രത്തെ ഈ അനിയന്റെ ബെന്യാമീനിന്റെ എന്താണോ പൊതി എന്താണോ ഉള്ളത് ആ കൂട്ടത്തിൽ അതിൽ കൊണ്ടുപോയി വെച്ചു. ثم أذن مؤذن بعد رحيلهم, അങ്ങനെ ബെന്യാമിന്റെ ചരക്കുകളുടെ കൂട്ടത്തിൽ ആ അളവ് പാത്രം വെച്ചിട്ട് അവർ തിരിഞ്ഞു പോകാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ വിളിച്ചു പറഞ്ഞു, അയ്യത്തുഹൽ ഈറു ഇന്നക്കും ലസാരിഖൂൻ, നിങ്ങളാണ് കള്ളന്മാരായിട്ടുള്ളത്, ഇവിടുത്തെ അളവ് പാത്രം കട്ടെടുത്തിട്ടുള്ളത് നിങ്ങളാണ് എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് എന്താണ് യൂസുഫ് നബി അലൈഹി സ്വലാം ചെയ്തത്? فبدأ بأوعيتهم قبل وعاء أخيه 70-76 വരെയുള്ള ആയത്തുകളിൽ കാണാം. എന്ത് ചെയ്തു? യൂസുഫ് നബി അലൈഹി സ്വലാം ഇവരുടെ എല്ലാ ചരക്കുകളും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. അപ്പൊ തന്റെ സഹോദരനായ ബെന്യാമീനിന്റെ പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ബാക്കിയുള്ള ആളുകളെല്ലാം പരിശോധിച്ചു. ثم استخرجها من وعاء أخيه, പിന്നെ തന്റെ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരനായ ബെന്യാമീന്റെ ചരക്കിൽ നിന്ന് ആ സിഖായത്ത്, ആ അളവ് പാത്രം എടുത്തു. കദാലിക കിദ്നാ ലി യൂസുഫ്, അല്ലാഹു പറയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന് വേണ്ടി നാം അവിടെ ഒരു തന്ത്രം അങ്ങോട്ട് ഉപയോഗിച്ചതാണ്, അഥവാ ആ രീതിയിലാക്കിയതാണ്. മാ കാന ലിയഖുദ അഖാഹു ഫീ ദീനിൽ മലിക്, അല്ലാതെ ഒരു തരത്തിലും ആ അനിയനെ, അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അനിയനെ ആ വന്ന കൂട്ടത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പിടിച്ചു നിർത്താൻ ആ രാജാവിന്റെ കീഴിൽ ഒരു നിയമം കൊണ്ട് സാധിക്കൂല. വേറെന്തെങ്കിലും നിയമം കാണിച്ചിട്ട് വന്ന കൂട്ടരിൽ ഒരാളെ തന്നോടൊപ്പം പിടിച്ചു നിർത്താൻ ആർക്ക് സാധിക്കില്ല? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് സാധിക്കില്ല. പക്ഷെ ആ പിടിച്ചു നിർത്താൻ വേണ്ടി ഇതുപോലെ ഒരു തന്ത്രം ഉപയോഗിച്ചു. അപ്പോ ഒരു ഹക്കായിട്ടുള്ള, ഒരു വാജിബായിട്ടുള്ള ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ അനുവദനീയമായ ഒരു കാര്യത്തിന് അതിനുവേണ്ടി എന്തെങ്കിലും തന്ത്രം ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇതിന്റെ ഫായിദയായിട്ട് പറയുകയാണ്. എന്നിട്ട് പറയാണ്, ഫഅമില മഅ അഖീഹി ഹാദൽ അമലി യതവസ്സല ബിഹി ഇലാ ബുഖാഇഹി ഇൻദ മിൻ ഗൈരി ശുഊരിൻ മിൻഹും, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? ആ അനിയൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. ഫലമ്മാ തഖററ ഇൻദഹും അന്നഹു ഹുവല്ലദീ അഖദ സുവാഅ ഇസ്തഫ്താഹും അൻ ഹുക്മി السارق في دينهم فقالوا,
ഈ ആളെ പിടിച്ചപ്പോ അഥവാ ഇന്ന ആളാണ് ഇത് എടുത്തിട്ടുള്ളതെന്ന് അറിഞ്ഞപ്പോ അവിടുത്തെ നിയമം എന്താണ്, ആ രാജ്യത്തിൽ നിയമം എന്താണ് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ജസാഉഹു മൻ വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു, ആരുടെ ചരക്കിലാണോ അത് കണ്ടെത്തിയത് അവനെ അവിടെ തടവിലാക്കുക, അവനെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് നിയമം. അതിനു വേണ്ടിയിട്ടാണ് ഈ തന്ത്രം ഉപയോഗിച്ചത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അനിയനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ തന്ത്രം ഉപയോഗിച്ചത്. ഐ ജസാഉ സാരിഖി അൻ യതമല്ലകഹുൽ മസ്റൂഖ് മിൻഹു ഫഹകമു അലാ അൻഫുസിഹിം ഹാദൽ ഹുക്മ അല്ലദീ ഹുവൽ മഖ്സൂദ് ലിയൂസുഫ്. അതായത് ആരുടെ അടുക്കലാണോ കട്ടെടുക്കപ്പെട്ട സാധനം കണ്ടെത്തിയിട്ടുള്ളത് അവനെ അവിടെ നിർത്തുക, ഈ വിധി നടപ്പിലാക്കാൻ. അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് തന്റെ അനിയനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. വലൗ അജ്റ അലൈഹി ഹുക്മ മലിക് മിസ്ർ ലകാന ലഹു ഹുക്മൻ ആഖർ, അതല്ല ആയിരുന്നെങ്കിൽ വേറൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്, ഇവിടെ പിടിച്ചു നിർത്താൻ സാധിക്കുമായിരുന്നില്ല. ഫയസ്സറ അല്ലാഹു ഹാദൽ അമൽ വഹാദൽ ഹുക്മ ലിയബ്ഖ അഖൂഹു ഇൻദഹു, അല്ലാഹു തആല അത് എളുപ്പമാക്കി കൊടുത്തു തന്റെ സഹോദരനെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയാണ് ഫൽഹൈലുല്ലതി അലാ ഹാദൻ നൗ ലാ ഹറജ ഫീഹാ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും തന്ത്രം ഉപയോഗിക്കുക എന്നുള്ളത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. വഇന്നമൽ മുഹറമുൽ ഹൈലു, ഹറാമായിട്ടുള്ള തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വൽമകായിദുല്ലതി യുതവസ്സലു ബിഹാ ഇലാ ഇഹ്ലാലിൽ മുഹറമാത് ഔ ഇസ്ഖാത്തിൽ വാജിബാത്ത്. ഹറാമായിട്ടുള്ള തന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹറാമിനെ ഹലാലാക്കാനോ അല്ലെങ്കിൽ നിർബന്ധമായ എന്തെങ്കിലും കാര്യത്തെ ഒഴിവാക്കാനോ വേണ്ടി ചെയ്യുന്ന തന്ത്രങ്ങളാണ് തെറ്റായിട്ടുള്ളത്. നിർബന്ധമായ ഒരു കാര്യത്തെ നേടിയെടുക്കാൻ വേണ്ടി ഇതുപോലെയുള്ള എന്തെങ്കിലും തന്ത്രം ഉപയോഗിക്കുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ് എന്ന് ഇതിന്റെ ഫായിദയായിട്ട് ഇമാം സഅദി റഹിമഹുല്ലാ പറയുകയാണ്. അതായത് ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർബന്ധമായ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തന്ത്രം ഉപയോഗിക്കുന്നത് ഹറാമാണ്. എന്നാൽ ഒരാൾക്ക് ലഭിക്കേണ്ട വാജിബായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ അതുപോലൊരു കാര്യത്തിന് വേണ്ടി അത് നേടാൻ തന്ത്രം ഉപയോഗിക്കുന്നത് തെറ്റല്ല, ഈ ഇനത്തിൽപ്പെടുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഇനത്തിൽപ്പെട്ടത്, എല്ലാ രീതിയിലും ചെയ്യണമെന്നല്ല, ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിൽ. ومنها മറ്റൊരു ഫായിദ استعمال المعاريض عند الحاجة إليها فإن في المعاريض مندوحة عن الكذب وذلك من وجوه. ഒരു മആരിയ എന്ന് പറഞ്ഞാൽ തൗരിയ, അഥവാ ഒരു കാര്യം അത് സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് പറയാ. കളവ് പറഞ്ഞു എന്ന അവസ്ഥയിലാവൂല, കളവ് എന്ന അവസ്ഥയിലാകില്ല, എന്നാൽ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് പറയുന്നതിനാണ് മിഅറാബ് അല്ലെങ്കിൽ മആരിയ അല്ലെങ്കിൽ തൗരിയ എന്നെല്ലാം പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറാ ബീവിയുമായിട്ട് പോകുന്ന സന്ദർഭത്തിൽ രാജാവിന്റെ അടുക്കൽ വെച്ച് ചോദിച്ചു, ഇതാരാണ് ചോദിച്ചപ്പോൾ പ്രശ്നമാകുമെന്ന നിലക്കുണ്ടായപ്പോൾ ഇതിന് സഹോദരിയാണെന്ന് പറഞ്ഞു. അപ്പൊ സഹോദരി ഏത് തരത്തിലാകാം, ഇസ്ലാമിന്റെ പേരിലോ അല്ലെങ്കിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ രീതിയിലോ ആ രീതിയിലെല്ലാം സഹോദരിയാണ് നിലക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സത്യത്തെ മറച്ചു വെക്കാൻ വേണ്ടി കളവല്ലാതെ ഉപയോഗിക്കുന്ന കാര്യത്തിനാണ് മആരി എന്ന് പറയുക. അത് ആവശ്യമായ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് ഈ ചരിത്രത്തിൽ മനസ്സിലാക്കാം. അതിന് തെളിവാണ് സൂറത്ത് യൂസുഫിലെ 75-ാമത്തെ ആയത്ത്, അവിടെ അല്ലാഹു തആല ഉപയോഗിച്ച പദം തന്റെ സഹോദരന്റെ ആ കെട്ടിൽ നിന്ന്, ഭാണ്ഡത്തിൽ നിന്ന് ആ സിഖായത്ത്, ആ അളവ് പാത്രം പുറത്തേക്ക് എടുത്തു. അല്ലാഹു തആല എന്തുപയോഗിച്ചിട്ടില്ല, വലം യഖും സരിഖഹ, കട്ടെടുത്തു എന്നുള്ള പദം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞൊരു വാക്ക് 79-ാമത്തെ ആയത്തിൽ കാണാം, മആദല്ലാഹ് അൻ നഖുദ ഇല്ലാ മൻ വജദ്നാ മതാഅന ഇൻദഹു. സഹോദരന്മാർ ബെന്യാമീനെ അവിടെ പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞപ്പോ സഹോദരന്മാർ പറഞ്ഞു, ഞങ്ങൾ വേറെ വലിയ ആരെങ്കിലും ഒരാളെ അതിന് പകരം അവിടെ നിർത്തിക്കോളിം, ബെന്യാമീനെ തിരിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ ഉപ്പാക്ക് ഭയങ്കര വിഷമാവും, അതുകൊണ്ട് തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്, മആദല്ലാഹ്, അല്ലാഹു രക്ഷ, അൻ നഖുദ ഇല്ലാ മൻ വജദ്നാ മതാഅന, നമ്മുടെ വസ്തു അത് കണ്ടെത്താത്ത വേറൊരാളെ പിടിച്ചു നിർത്തുകയെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല, വലം യഖുൽ മൻ സരിഖ മതാഅന, നമ്മുടെ ചരക്ക് കട്ടെടുത്തവൻ അല്ലെങ്കിൽ നമ്മുടെ വസ്തു കട്ടെടുത്തവനെ പിടിച്ചു നിർത്തുന്ന ആര് പറഞ്ഞിട്ടില്ല? യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടില്ല. കാരണം അവിടെ കട്ടെടുത്തിട്ടില്ല.
കട്ടെടുക്കാൻ കാര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ പറയാതെ വേറെ ചില വാക്കുകൾ കൊണ്ട് മറച്ചു വെച്ച് പറയുന്ന രീതിക്കാണ് മആരിഫ് എന്നെല്ലാം പറയുന്നത്. വൈദാ ഖീല ഇന്ന ഹാദാ ഇത്തിഹാമുൻ ലിൽ ബരി, കാരണം അവൻ കട്ടെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്യാത്ത ഒരാളുടെ മേലെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണത്. ഇന്നമാ ഫഅല ദാലിക ബിഇദ്നി അഖീഹി വറിദാ വഇദാ റളിയ ദാലൽ മഹ്ദൂർ. പിന്നെ ചില മുഫസ്സിരീങ്ങൾ ഈ വിഷയത്തെ പറ്റി പറഞ്ഞത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അങ്ങനെ ചെയ്തത് ആ അനിയന്റെ സമ്മതത്തോടു കൂടിയാണ്. അനിയന്റെ സമ്മതത്തോടു കൂടി അത് ചെയ്യുന്നത് കൊണ്ട് എന്തില്ല, അത് ഉപദ്രവമായിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞത് കാണാം. ഇവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യത്തെ അല്ലെങ്കിൽ പിന്നെ മറച്ചു വെക്കാൻ വേണ്ടി കളവല്ലാത്ത രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിനാണ് ഈ തൗരിയ അല്ലെങ്കിൽ മിഅ്റാബ് എന്നെല്ലാം പറയുന്നത്. അത് ആവശ്യമായ ഒരു സന്ദർഭത്തിൽ പറയുന്നത് അനുവദനീയമാണ്. കൃത്യമായ കളവ് പറയലല്ല, എന്നാൽ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് പറയുക എന്നുള്ളത് അത് അനുവദനീയമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതിന്റെ സന്ദർഭങ്ങളിൽ, എപ്പോഴുമല്ല. ومنها أن الإنسان لا يحل له أن يشهد إلا بما يعلم. ഒരു മനുഷ്യൻ അവന് അറിയുന്ന കാര്യത്തിൽ മാത്രമാണ് സാക്ഷ്യം വഹിക്കാൻ പാടുകയുള്ളൂ. അവനൊരു കാര്യത്തിൽ സാക്ഷിയായി നിൽക്കണമെങ്കിൽ അവൻ അറിവുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലായിരിക്കണം. ലിഖൗലിഹിം, ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? സൂറത്ത് യൂസുഫിലെ 81-ാമത്തെ ആയത്തിൽ വമാ ഷഹിദ്നാ ഇല്ലാ ബിമാ അലിംനാ. അവിടെ ഈ സഹോദരന്മാർ തിരിച്ച് ഉപ്പാന്റെ അടുക്കൽ പോയി. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോയി. ബെന്യാമീനെ അവിടെ പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഉപ്പാന്റെ അടുക്കൽ പോയി. ഉപ്പാന്റെ അടുക്കൽ പോയിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇങ്ങനെ കട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത് ആ വാക്കാണ് വമാ ഷഹീദിനാ ഇല്ലാ ബിമാ അലിംനാ. ഞങ്ങൾക്ക് അറിയുന്ന കാര്യത്തിലല്ലാതെ നിങ്ങൾ എന്ത് പറയുന്നില്ല, സാക്ഷ്യം പറയുന്നില്ല. വഇന്നൽ ഇൽമ യഹ്സുലു ബിഇഖ്റാറിൽ ഇൻസാനി അലാ നഫ്സിഹി വബിവുജൂദിൽ മസ്റൂഖി വനഹ്വി മഅഹു വഫി യദിഹി ഔ റഹ്ലിഹി. അഥവാ തനിക്ക് ബോധ്യമുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരാൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സാക്ഷ്യം വഹിക്കാൻ പാടുള്ളൂ. അറിവ് പറഞ്ഞാൽ എന്താണ്, അവൻ അത് മനസ്സിലായിട്ടുണ്ടാവണം. ഇവിടെ അനിയന്റെ ആ കെട്ടിൽ നിന്ന്, ആ ഭാണ്ഡത്തിൽ നിന്ന് ഈ പാത്രം ലഭിച്ചു എന്നുള്ളത് വ്യക്തമായി അവർക്ക് കണ്ട കാര്യമാണ്, അവർക്ക് മനസ്സിലായ കാര്യമാണ്. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അപ്പൊ അറിവില്ലാത്ത കാര്യങ്ങളുടെ മേലെ സാക്ഷ്യം വഹിക്കാൻ പാടില്ല, അറിവുള്ളതിന്റെ മേലെ മാത്രമേ സാക്ഷ്യം വഹിക്കാൻ പാടുള്ളൂ എന്ന് ഇതിൽ നിന്നുള്ള ഫായിദയായിട്ട് പറയുന്നു. മറ്റൊന്ന് വഫീഹ അന്ന വുജൂദൽ മസ്റൂഖി ബിയദി സാരിഖി ബയ്യിനത്തുൻ വഖരീനത്തുൻ അലാ അന്നഹു അസ്സാരിഖ്. ഒരു കട്ടെടുത്ത മുതൽ ഒരാളുടെ കയ്യിൽ ഉണ്ടാവുക എന്നത്, ഒരു കട്ടെടുക്കപ്പെട്ട ഒരു സാധനം അതൊരാളുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത്, അഥവാ കള്ളന്റെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത് അതൊരു തെളിവാണ്. അതുപോലെ തന്നെ സാഹചര്യ തെളിവായിട്ട് പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. വലിദാലിക ഹുക്മും വഹകമു അലാ അഖി യൂസുഫ് ബിഹുക്മി സാരിഖ്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് എന്ത് സാധിച്ചത്, കട്ടെടുത്തവന്റെ നിയമം നടപ്പിലാക്കാൻ സാധിച്ചത്. എന്ത് കാരണത്താൽ? ആ വസ്തു ഇയാളുടെ കയ്യിൽ, അനിയന്റെ ഭാണ്ഡത്തിൽ ഉണ്ടായി എന്നുള്ളത്. അഥവാ പൊതുവായിട്ടുള്ള ഒരു നിയമമായി പറയുകയാണ്, കട്ടെടുക്കപ്പെട്ട സാധനം അത് ആരുടെ കയ്യിലാണോ ഉള്ളത് അവനെ മേലെ അതൊരു തെളിവായി പരിഗണിച്ചുകൊണ്ട് അവൻ ആ കട്ടെടുത്തു എന്നുള്ളതിന് തെളിവായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ് എന്ന് ഇതിൽ നിന്നുള്ള ഫായിദയായിട്ട് മനസ്സിലാക്കാം. മറ്റൊന്ന് വമിൻഹ, ഇതിന്റെ ഒരു ഫായിദയിൽപ്പെട്ടതാണ് ഹാദിഹിൽ മിഹ്നത്തുൽ അളീമ അല്ലതി ഇംതഹന അല്ലാഹു ബിഹാ നബിയഹു വസഫിയഹു യഅഖൂബ് അലൈഹിസ്സലാം. ഈ ഒരു പരീക്ഷണം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മേലെ വളരെ ഗൗരവമുള്ള ഒരു പരീക്ഷണമാണ് അല്ലാഹു തആല യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മേലെ പരീക്ഷിച്ചത്. എന്നിട്ട് പറയാണ്, എന്താണ് സംഭവം? ഹൈതു ഖവാ ബിൽ ഫിറാഖ്, തന്റെ മകനെ, തനിക്ക് പ്രിയപ്പെട്ട തന്റെ മകനെ വേർതിരിയേണ്ട അവസ്ഥയുണ്ടാക്കി. ബൈനഹു വബൈന യൂസുഫ്, തന്റെയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഇടയിൽ. هذه المدة الطويلة التي يغلب على الظن أنها تبلغ 30 سنة فأكثر. ഏകദേശം 30 വർഷത്തോളം മകന്റെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഇടയിൽ ആ ഒരു വിടവ് വന്നിട്ടുണ്ട്. മിൻദാലിക്, എങ്ങനെയാണത് 30 വർഷം മനസ്സിലാക്കിയത്? അന്നഹു ബഖിയ മുദ്ദതൻ ഫീ ബൈത്തിൽ അസീസി قبل السجن في الإمكان أن تكون من 7 سنين إلى 10 أو نحو ذلك. ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് ഈ അസീസിന്റെ വീട്ടിലേക്ക് എത്തുമ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രായം എത്രയാണ്? 7 or 10 വയസ്സാണ്.
7-10 വയസ്സാണ്. على وجه الحرص والحذر ثم مكث 7 سنين في السجن والأكثر أنها 7 سنين. പിന്നീട് അവിടെ കുറച്ചു കാലം താമസിച്ച് കഴിഞ്ഞിട്ടാണ് എവിടെ പോകുന്നത്? ജയിലിൽ പോകുന്നത്. കുറച്ച് വലുതായിട്ടാണ്. അപ്പോൾ ജയിലിൽ കടന്നിട്ടുള്ളത് ഏകദേശം 7 വർഷമാണ്. ثم بعد خروجه دخلت السبع سنين والمخسبات. പിന്നീട് എന്തുണ്ടായി? ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് 7 വർഷം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയിട്ട് 7 വർഷം നല്ല വർഷമുള്ള മഴയുള്ള കാലത്ത് ജീവിച്ചിട്ടുണ്ട്. فهذه نحو 21 سنة. ഇപ്പൊ ഏകദേശം 21 വർഷത്തോളമായി. ثم دخلت السبع المجدبات وتردد إخوة يوسف إليه مرات. പിന്നീട് എന്തുണ്ടായി? 7 വർഷത്തിന്റെ ആ വരൾച്ചയുള്ള ആ സമയം ഉണ്ടായി. അതിനിടയിൽ പലതവണ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. വല്ലാഹിറു അന്ന ലിഖാ കാന ഫി ആഖിരിഹാ. അവസാനമാണ്, അതിന്റെ അവസാനത്തിലാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം യഖൂബ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടുന്നത്. ഫഹാദിഹി തഖാരിബു 30 വനഹ്വഹാ. ഇത് ഏകദേശം 30 വർഷത്തോളം അവിടെ സമയം നമുക്ക് കണക്കൂട്ടാൻ സാധിക്കും. ഈ വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള 7 വർഷത്തിന്റെ കണക്കും അതുപോലെ ജയിലിൽ കിടന്ന കണക്കൊക്കെ നോക്കുമ്പോൾ ഏകദേശം 30 വർഷത്തോളം യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മകനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ടില്ല. വഹുവ ഫീ ഹാദിഹിൽ മുദ്ദ ലം യുഫാരിഖൽ ഹസ്ൻ ഖൽബഹു. ആ സമയത്തൊക്കെ ഈ 30 വർഷത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള വർഷത്തോളം എല്ലാം തന്റെ മകൻ പോയതിന്റെ ദുഃഖം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൽബിൽ നിന്ന് പോയിട്ടില്ല. വഹുവ ദായിമുൽ ബുക്കായി ഹത്താ ബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്ൻ വഫഖദ ബസറഹു വഹുവ സാബിറുൻ ലിഅംരില്ലാഹ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ മകനെ ആലോചിച്ച് കരഞ്ഞ് കണ്ണിന് അന്ധത ബാധിക്കുന്ന അതുപോലെ തന്നെ ആ ഒരു അവസ്ഥയിലായി. പക്ഷെ അപ്പോഴെല്ലാം അവിടെ ക്ഷമ അവലംബിച്ചിട്ടുണ്ട്. മുഹ്തസിബുൻ സവാബ ഇൻദല്ലാഹ്. അല്ലാഹുവിനുള്ള പ്രതിഫലം പ്രതീക്ഷിച്ച് ഖദ് വഅദ മിൻ നഫ്സിഹി അസ്സബ്ർ. സ്വന്തത്തിനോട് ക്ഷമിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു. കാരണം ഫസ്വബുറുൻ ജമീൽ എന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. വലാ ശക്ക അന്നഹു വഫാ ബിദാലിക്. തീർച്ചയായിട്ടും അതിന് പകരം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ആലോചിച്ചു നോക്കണം, ഒരു ഉപ്പാന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ പരീക്ഷണങ്ങൾ നേരിട്ട് പ്രിയപ്പെട്ട മകനെ വേറിട്ട് നിൽക്കേണ്ട അവസ്ഥയിലെല്ലാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ക്ഷമയോടുകൂടി നിന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ പ്രാർത്ഥനയുണ്ടല്ലോ, ഇന്നമാ അശ്കൂ ബസ്തി വഹുസ്നി ഇലല്ലാഹ്. സൂറത്ത് യൂസുഫിലെ 86-ാമത്തെ ആയത്ത്, ഞാൻ എന്റെ ദുഃഖവും എന്റെ വിഷമമൊക്കെ അള്ളാഹിനോടാണ് പറയുന്ന ആയത്തുണ്ടല്ലോ. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, വലാ യുനാഫി ദാലിക്. ഇതൊരിക്കലും ക്ഷമക്കെതിരല്ല, ഈ പറഞ്ഞത് ക്ഷമക്കെതിരല്ല. എന്നിട്ട് പറയാണ്, ഫഇന്ന ശക്വാ ഇലല്ലാഹ് ലാ തുനാഫി അസ്സബ്ർ. നമ്മുടെ പ്രശ്നവും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അള്ളാഹുവിനോട് പറയുക എന്നുള്ളത് എന്തല്ല? ക്ഷമക്കെതിരല്ല. അള്ളാഹുവിനോട് പറയുക എന്നുള്ളത് ക്ഷമക്കെതിരല്ല. വഇന്നമാ യുനാഫി അസ്സബ്ർ അശ്ശക്വാ ഇലൽ മഖ്ലൂഖ്. സബർ ഇല്ലാതാകുന്ന എപ്പോഴാണ്? സൃഷ്ടികളോട് നമ്മുടെ പ്രശ്നം പറയുമ്പോഴാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഞെരുക്കങ്ങളും സൃഷ്ടികളോട് പറഞ്ഞ് പരാതിപ്പെടുമ്പോഴാണ് അത് ക്ഷമക്കെതിരാകുന്നത്. അള്ളാഹുവിനോട് പറയുക എന്നുള്ളത് ക്ഷമക്ക് എതിരായിട്ടുള്ള കാര്യമല്ല. അവൻ ക്ഷമയുള്ളവനാണ്. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വ്യത്യസ്ത പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് മാത്രമാണ് ഞാൻ എന്റെ സങ്കടം പറയുകയുള്ളൂ, സൃഷ്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹുവിന് മുമ്പിലാണ് ഞാൻ ബോധിപ്പിക്കുക എന്ന് ആ ഒരു തീരുമാനമെടുക്കുന്നത് അത് ക്ഷമയുടെ അടയാളമാണ്, ക്ഷമയില്ലാത്തതിന്റെ അടയാളമല്ല. വമിൻഹ, മറ്റൊരു ഫായിദ സൂറത്ത് യൂസുഫിൽ നിന്നുള്ളത്, ഇന്നൽ ഫർജ മഅൽ ഖർബ്. ഒരു തുറവി ഉണ്ടാവുക എന്നുള്ളത് ഞെരുക്കത്തിന് ശേഷമാണ്. ഏതവസ്ഥയിലാവട്ടെ ഒരു തുറവി ഉണ്ടാവുക എന്നുള്ളത് ഞെരുക്കത്തിന് ശേഷം ഉണ്ടാകുന്നതാണ്. فإنه لما اشتد الكرب بيعقوب. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മേലെ ഞെരുക്കം ഏറ്റവും അധികരിച്ച സമയം, അതായത് പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പോയി, രണ്ടാമത് ബുന്യാമീനെ അവിടെ പിടിച്ചു വെച്ചു, കള്ളനായിട്ട് അവിടെ പിടിച്ചു വെച്ചു. അങ്ങനെ പ്രിയപ്പെട്ട മക്കളൊക്കെ നഷ്ടപ്പെട്ട് മക്കള് കളവ് പറഞ്ഞു വന്നു. അങ്ങനെ അവസ്ഥയിൽ ഏറ്റവും ഞെരുക്കം അനുഭവിക്കുന്ന അവസ്ഥയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാക്ക് കാണാം, യാ അസഫ അലാ യൂസുഫ് ഖാല യാ ബനിയ ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി. എന്റെ മക്കളെ നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ പോയിട്ട് യൂസുഫിനെയും ബെന്യാമിനെയും കുറിച്ച് നിങ്ങൾ അന്വേഷിക്കും. വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ്. ഒരു ഉപ്പ പറയുന്ന അവസ്ഥയാണ്. മക്കളെ കാണാതെ ആയിട്ട്, മോനെ കാണാതായിട്ട് 30 വർഷത്തിന് ശേഷവും ഒരു ഉപ്പ പറയാണ്, വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ്.
അള്ളാഹുവിൽ നിന്ന് വരുന്ന ഒരാശ്വാസത്തെ തൊട്ട് നീ നിരാശപ്പെടണ്ട, നിങ്ങൾ നിരാശപ്പെടണ്ട. ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആശ്വാസത്തെ കുറിച്ച് നിരാശപ്പെടുന്നവർ കാഫിരികൾ മാത്രമാണ്, കുഫാറുകൾ മാത്രമേ അള്ളാഹുവിൽ നിന്ന് വരുന്ന ഒരു ആശ്വാസത്തെ കുറിച്ച് നിരാശപ്പെടുള്ളൂ. 30 വർഷം കാത്തിരുന്നിട്ടാ പറയുന്ന വാക്ക്. നമ്മളൊക്കെ കുറച്ചു കാലം എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്ഷമിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇനി എന്താ അവസ്ഥയിൽ അള്ളാഹ് എന്താ ഉത്തരം ചെയ്യാത്ത, അള്ളാഹിന്റെ സഹായം വരാത്ത എന്താ, ആ രീതിയിൽ പറഞ്ഞു പോകും. പക്ഷേ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ആ വാക്ക് പറയാ 30 വർഷത്തിന് ശേഷം. എന്നിട്ട് പറയാണ് വഹും ഹീന ദഖലു അലാ യൂസുഫ് വഖഫു ബൈന യദൈഹി മൗഖിഫൽ മുൽത്തർ. അങ്ങനെ ആ സഹോദരങ്ങൾ പോയിട്ട് തിരിച്ച് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അടുക്കൽ പോവാണ്. ബെന്യാമീനെ വിട്ടു കിട്ടണം. ആകെ ഉപ്പയാണെങ്കിൽ അവിടെ ആകെ വിഷമത്തിലാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ സഹോദരങ്ങൾ വന്നിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, അള്ളാഹു പറഞ്ഞിരുന്നു ഫഖാലു യാ അയ്യുഹൽ അസീസ്, ഭരണാധികാരി, മസ്തനാ വഅഹ്ലനാ അദ്ദുർ വജിഅനാ ബിബിളാഅത്തിൻ മുസ്ജാദ്, ഞങ്ങളുടെ കുടുംബത്തിന് വളരെ ദോഷം ബാധിച്ചിട്ടുണ്ട്. വാപ്പ വിഷമത്തിലാണ്, 2 മക്കൾ പോയിട്ടുണ്ട്, ഭക്ഷണമില്ല, അവിടെ മഴയില്ല, വരൾച്ചയാണ്, എല്ലാ രീതിയിലും ഞെരുക്കമാണ്. ഞങ്ങളിലുള്ള എന്തൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്, ഞങ്ങളിൽ വില കുറഞ്ഞ ഒരു സാധനങ്ങൾ, ഇതിന് പകരമെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ തരണം എന്ന് പറഞ്ഞു. ഖലീലത്തൻ ഹഖീറത്തൻ ലാ തഖൽ മഅഖി ഫഔഫി ലനൽ കൈല വതസദ്ദഖ് അലൈനാ ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ. എന്നിട്ട് സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, ഞങ്ങൾക്ക് അളന്ന് എന്തെങ്കിലും തരണം, അല്ലെങ്കിൽ സദഖയായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം, അള്ളാഹു സദഖ നൽകുന്നവർക്ക് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞു. ഫഹീന ഇദിൻ ലമ്മാ ബലഗ അദ്ദുർ മുൻതഹാഹു മിൻ കുല്ലി വജ്ഹിൻ. ഈ ഒരു അവസ്ഥയിൽ എല്ലാ രീതിയിലും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനും കുടുംബത്തിനും ദോഷം ബാധിച്ചിരിക്കുകയാണ്. ദുന്യവിയായിട്ടുമില്ല, മക്കൾ പോയതിന്റെ വിഷമത്തിലുമാണ്, ഭക്ഷണമില്ല, പട്ടിണിയാണ്, എല്ലാ രീതിയിലും കഷ്ടപ്പാടാണ്. അറഫഹും ബിനഫ്സിഹി. അപ്പോഴാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് പറയുന്നത്? ഞാനാണ് യൂസുഫ് എന്ന് അറിയിക്കുന്നത്. ഫഹസല ബിദാലികൽ ബശാറത്തുൽ കുബ്ര ലിഅബവൈഹി വഇഖ്വതിഹി വഅഹ്ലിഹിം. ആ സമയത്ത് തന്റെ സഹോദരന്മാർക്കും പിതാവിനൊക്കെ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ആലോചിച്ച് നോക്കി, ഇനിയൊരു രക്ഷയുമില്ല, ഇനിയൊരു വഴിയുമില്ല നമുക്ക് തോന്നുന്ന സന്ദർഭം വരും പലപ്പോഴും ജീവിതത്തിൽ. പല വിഷയങ്ങളിൽ വരാം, സാമ്പത്തികമായിട്ട് വരാം, കുടുംബത്തിന്റെ പ്രശ്നങ്ങളിൽ വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ വരാം. ഇനി എന്താണൊരു വഴി എന്നുള്ള അവസ്ഥയിൽ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാനാണ് യൂസുഫ്, ഇതാണ് എന്റെ സഹോദരൻ. ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരാവശ്യം ചോദിക്കുന്ന എന്തെങ്കിലും സദഖ തരണമെന്ന് ആവശ്യപ്പെടുന്ന ആ ഒരു സ്ഥാനത്ത് തങ്ങളുടെ സഹോദരനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മകനെ കാണുന്നത് എത്ര വലിയ സന്തോഷമായിരിക്കും അത്, എന്ത് വലിയൊരു സമാധാനമായിരിക്കും അത്. വസാല അൻഹുമു ബുർറു വൽ ബഅ്സാ. എല്ലാവിധ ദോഷവും എല്ലാവിധ ഞെരുക്കോടും നീങ്ങിപ്പോയി. വഖാലഫഹു അസ്സുറൂറ വൽ ഫർഹ വറഖാ. പിന്നീട് അതിന് പകരം എന്താ ഉണ്ടായത്? ഏറ്റവും നല്ല സന്തോഷവും ഏറ്റവും നല്ല സൗകര്യവും മിസ്റിൽ നല്ല സ്ഥാനത്താണ് പിന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും സഹോദരങ്ങളും എത്തിപ്പെടുന്നത്. അതായത് ഏതൊരു ഞെരുക്കാവട്ടെ അതിനുശേഷം ഒരു തുറവിയുണ്ടാവും, എന്തൊരു ബുദ്ധിമുട്ടാവട്ടെ അതിനുശേഷം തുറവിയുണ്ടാവും. രോഗത്തിന് ശേഷം ആരോഗ്യം തരാനും, ദാരിദ്ര്യത്തിന് ശേഷം സമ്പത്ത് തരാനും, അതുപോലെ തന്നെ ഞെരുക്കത്തിന് ശേഷം തുറവി നൽകാനും അള്ളാഹു കഴിവുള്ളവനാണ്. അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തിൽ തൊട്ട് ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ഒരു ഞെരുക്കത്തിന് ശേഷമാണ് ആ തുറവി ഉണ്ടാവുക എന്നുള്ളത് ഇതിൽ നിന്നുള്ള ഒരു ഫായിദയായിട്ട് സൂറത്ത് യൂസുഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വമിൻഹ, അടുത്തൊരു ഫായിദ, അന്നല്ലാഹ യബ്തലി അംബിയാഅഹു വഅസ്ഫിയാഅഹു ബിശ്ശിദ്ദതി വറഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ നബിമാരെയും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളെയും ഞെരുക്കം കൊണ്ടും കടുപ്പം കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും എളുപ്പം കൊണ്ടും നല്ല സൗകര്യങ്ങൾ കൊണ്ടും പരീക്ഷിക്കും. 2 രീതിയിലും പരീക്ഷണം ഉണ്ടാവും. ഏറ്റവും പരീക്ഷിക്കപ്പെട്ടത് നബിമാരാണ്, അതിനുശേഷം സ്വാലിഹീങ്ങളായ വ്യക്തികളായിരിക്കും. ആ പരീക്ഷണങ്ങൾ എപ്പോഴും ഞെരുക്കം മാത്രമല്ല പരീക്ഷണം പറഞ്ഞാൽ, എളുപ്പവും സൗകര്യം കൊണ്ടുണ്ടാവും. പറയാണ് വസ്സുറൂർ വൽ ഹുസ്ൻ, സന്തോഷം കൊണ്ടുണ്ടാവും, ദുഃഖം കൊണ്ടുണ്ടാവും. വൽ യുസ്ർ വൽ ഉസ്ർ, എളുപ്പം കൊണ്ടുണ്ടാവും, ഞെരുക്കം കൊണ്ടുണ്ടാവും. ലിയസ്തഖ്രിജ മിൻഹും ഉബൂദിയ്യതഹു ഫിൽ ഹാലൈൻ. ആ 2 അവസ്ഥയിലും അവരുടെ ഉബൂദിയത്ത് തെളിയിക്കപ്പെടാൻ വേണ്ടിയിട്ട്, അവർ ഉബൂദിയത്ത് കാണിക്കാൻ വേണ്ടി, അവരുടെ അടിമത്തം തെളിയിക്കാൻ വേണ്ടി അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത് കാണിക്കുന്നത്. എങ്ങനെ? ബിശുക്രി ഇൻദ റഖാഇ, തന്റെ ഏറ്റവും നല്ല സൗകര്യത്തിന്റെ അവസ്ഥയിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. വസ്സബ്ർ ഇൻദ ശിദ്ദതി വൽ ബലാ, ഞെരുക്കത്തിന്റെയും പരീക്ഷണത്തെയും സന്ദർഭത്തിൽ ക്ഷമ അവർ കാണിക്കുന്നുണ്ടോ നോക്കാൻ. ഫതതിമ്മു അലൈഹിം ബിദാലിക അൻഅമാ കമാ ബുതലാ യാഖൂബ വ യൂസുഫ്. അങ്ങനെയാണ് ആ നിഅമത്തുകൾ പൂർത്തിയാക്കപ്പെടുക.
യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മേലെ പൂർത്തീകരിച്ച പോലെ ഞെരുക്കം കൊണ്ടും അതുപോലെ വിശാലത കൊണ്ടും വകദാലിക ഗൈറുഹും മിൻ അംബിയാഹി വസ്ഫിയാഹി, അതുപോലെ നബിമാരും മറ്റുള്ളവരും ഏതൊരാളും അള്ളാഹുവിലേക്ക് എത്രത്തോളം അടുക്കുന്നുവോ, എത്രത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കുന്നുവോ അത്രത്തോളം പരീക്ഷണം അവരുണ്ടാവും. അത് അനുഗ്രഹം കൊണ്ടാണെങ്കിൽ അതിന് നന്ദി കാണിക്കണം, ഞെരുക്കം കൊണ്ടാണെങ്കിൽ അതിൽ ക്ഷമിക്കുകയും വേണം. ومنها جواز إخبار الإنسان بما يجد وما هو فيه من مرض أو فقر أو غيرهما على غير وجه التسخط. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു കാര്യത്തെ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് അനുവദീയമാണ്. ഏതുപോലെ രോഗമോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ അതുപോലെയുള്ള കാര്യങ്ങൾ അതിനോടൊരു വെറുപ്പോടുകൂടി അഥവാ ഇതെനിക്ക് ബാധിച്ചല്ലോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ആ രീതിയിലല്ലാതെ എനിക്ക് ഇങ്ങനെയാണ് അവസ്ഥ എന്ന് അറിയിക്കുന്നത് അത് അനുവദനീയമാണ്. എന്തുകൊണ്ടാണ്? ലിഖൗലി ഇഖ്വതി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് വന്ന് പറഞ്ഞ വാക്കെന്താണ്? മസ്സന വ അഹ്ലന അദ്ദുർ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ ദോഷം ബാധിച്ചിട്ടുണ്ട്, ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. വഖറഹും യൂസുഫ് അലാ ദാലിക്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം അത് അംഗീകരിച്ചു കൊടുത്തു, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരാൾക്ക് രോഗം കൊണ്ട് എന്തെങ്കിലും രോഗമുണ്ട് അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദാരിദ്ര്യമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അറിയിച്ചതുകൊണ്ട് അത് തെറ്റല്ല, അത് അനുവദനീയമാണ്. പക്ഷെ അത് അറിയിക്കുന്നത് ഇതിനോടൊരു വെറുപ്പോടുകൂടി, രോഗം വന്നു അതിനോടൊരു വെറുപ്പ്, ദാരിദ്ര്യം വന്നു അത് അള്ളാന്റെ ഖദറിനോടൊരു വെറുപ്പ്, ആ അവസ്ഥയിലാകാൻ പാടില്ല. അല്ലാതെ അറിയിക്കുന്നത് അനുവദനീയമാണ് എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫായിദയായി ഇമാം സഅദി റഹിമഹുല്ലാഹ് കൊടുക്കാം. വമിൻഹ, മറ്റൊരു ഫായിദ, ഇതാണ് ഈ സൂറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഫായിദ. ഫളീലത്തു തഖ്വ വസ്സബ്ർ, തഖ്വയുടെയും സബറിന്റെയും ശ്രേഷ്ഠത. വഅന്ന കുല്ല ഖൈറിൻ ഫിദ് ദുനിയ വൽ ആഖിറ ഫമിൻ ആസാരിഹിമാ, ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ ഏതൊരു ഖൈറും ഉണ്ടാകുന്നത് ഈ രണ്ടെണ്ണത്തിന്റെ തഖ്വയുടെയും സബറിന്റെയും അസർ കൊണ്ടാണ്. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, ആരാണോ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ സത്കർമ്മം ചെയ്തിട്ടും തിന്മ ഒഴിവാക്കിയും ഖദറിൽ ക്ഷമ അവലംബിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ദുനിയാവിലും പരലോകത്തിലും എല്ലാ ഖൈറും ലഭിക്കുക. അത് ഈ സൂറത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഅന്ന ആഖിബത അഹ്ലിഹിമാ അഹ്സനുൽ അവാഖിബ്, തഖ്വയുടെയും സബറിന്റെയും ആളുകളുടെ അവസാനം ഏറ്റവും ഉത്തമമായിരിക്കും. ലിഖൗലിഹി, അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്ത് യൂസുഫിലെ 90-ാമത്തെ ആയത്ത്, ഖദ് മന്നല്ലാഹു അലൈനാ ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരങ്ങൾ ഇങ്ങനെ കഷ്ടപ്പാടായിട്ട് വരികയാണ്. ആ സമയത്താണ് നിങ്ങൾക്ക് യൂസുഫിന് ഓർമ്മ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. യൂസുഫിന് ഓർമ്മ ഉണ്ടോ, യൂസുഫിന് നിങ്ങൾ എന്താ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോഴാണ് നീയാണോ യൂസുഫ് എന്ന് ചോദിച്ച് ഞാനാണ് യൂസുഫ്, എന്റെ സഹോദരനാണെന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്. ആ സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, ഖദ് മന്നല്ലാഹു അലൈനാ, അള്ളാഹു ഞങ്ങളുടെ മേലെ വലിയ അനുഗ്രഹം ചൊരിഞ്ഞു. എന്നിട്ട് പറഞ്ഞ വാക്കാണ് ഇന്നഹു മയ്യത്തഖി വയസ്ബിർ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് ക്ഷമ അവലംബിക്കുന്നത്, ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, തഖ്വയും സബറും കൊണ്ടേ ഇഹ്സാൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കി കളയില്ല, അള്ളാഹു അവരെ പാഴാക്കി കളയില്ല, അവർക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കും. കാരണം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നോക്കി, എന്തൊക്കെ പരീക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞു, സബർ ഇഖ്തിയാരി ഇൽത്തിറാരി കഴിഞ്ഞ ദർശനം പറഞ്ഞു, അതെല്ലാം സബറിന്റെ എല്ലാ ഇനങ്ങളും തെളിയിച്ച ആളാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. തഖ്വയിൽ ഒരു മനുഷ്യൻ ഏറ്റവും നല്ല തഖ്വ തെളിയിച്ച ആളാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. അതുകൊണ്ട് തന്നെ അതിന്റെ അവാഖിബ്, അതിന്റെ അനന്തരഫലം എന്തായി, അവസാനം എന്തായി, ഏറ്റവും ഉത്തമമായതായി. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, وإن إخبار العبد من نفسه بحصول التقوى والصبر إذا كان صدقا وفي ذلك مصلحة من باب التحدث بنعمة الله. ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് പറഞ്ഞു? തഖ്വ കൊണ്ടും സബർ കൊണ്ടാണ് നേടിയെന്ന് പറഞ്ഞു. സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഒരാൾ സത്യസന്ധമായിട്ട് പറയാണ്, അവന് ആ പറയുന്ന വാക്കിൽ സത്യസന്ധതയുണ്ട്. തഖ്വ കൊണ്ടും സബർ കൊണ്ടാണ് എനിക്ക് നേടാൻ സാധിച്ച് എന്നൊരാൾ പറയുന്നത് തെറ്റല്ല. അതിലൊരു മസ്ലഹത്ത് കൂടി ഉണ്ടെങ്കിൽ, അതിലൊരു നന്മ കൂടി ഉണ്ടെങ്കിൽ അത് തെറ്റല്ല. അത് നിഅമത്തുകൾ അറിയിക്കുന്ന കൂട്ടത്തിലേ പെടുകയുള്ളൂ. ഏതിന്റെ കൂട്ടത്തിൽ? സൂറത്ത് ദുഹയിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് നീ പറയുക എന്നുള്ള കൂട്ടത്തിലെ ഇതും ഉൾപ്പെടുകയുള്ളൂ എന്ന് പറയാം. എന്നിട്ട് പറയാണ് തശ്മുലു നിഅമുദ് ദുനിയ വ നിഅമുദ്ദീൻ,
ദീനിന്റെ നിഅമത്തുകളും ദുനിയാവിന്റെ നിഅമത്തുകളും ഇതിൽ ഉൾക്കൊണ്ടു. അഥവാ ഈ പറഞ്ഞ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്നതിൽ ഉൾക്കൊണ്ടു. വഅന്ന അല്ലാഹ യജ്മഉ ലിൽ മുത്തഖീന ബൈന ഖൈരിദ് ദുനിയ വൽ ആഖിറ. കാരണം അല്ലാഹു മുത്തഖീങ്ങൾക്ക് ദുനിയാവിന്റെയും പരലോകത്തിന്റെയും ഖൈറുകൾ ഒരുമിച്ച് കൊടുക്കും. കമാ ഫി ഹാദിഹിൽ ആയ വൽ ആയത്തു സാബിഖ വഹിയ ഖൗലുഹു. ഈ ആയത്ത് പോലെ അതിനു മുമ്പുള്ള ആയത്തുകളിൽ പറഞ്ഞതുപോലെ നുസീബു ബിറഹ്മതിനാ മൻ നശാ വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ. നമ്മുടെ കാരുണ്യം നാം ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും, മുഹ്സിനീങ്ങളുടെ പ്രതിഫലം പാഴാക്കി കളയില്ല. വല അജ്റുൽ ആഖിറ ഖൈറുൽ ലില്ലദീന ആമനു വകാനൂ യത്തഖൂൻ. പരലോകത്തെ പ്രതിഫലമാണ് ഈമാനുള്ളവർക്കും തഖ്വയുള്ളവർക്കും ഏറ്റവും ഖൈറായിട്ടുള്ളത്. എന്നിട്ട് പറയാണ് വഅന്നഹു യംബഇ ശഅരി റഹിമഹുല്ലാഹ് പറയാണ് وأنه ينبغي على العبد أن يتذكر في حال الرخاء والسرور حالة الحزن والشدة ليزداد شكره وثناؤه على الله. ഒരു അടിമ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവൻ ഏറ്റവും സൗകര്യവും സന്തോഷമുള്ള ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ അവൻ ഞെരുക്ക അനുഭവിക്കുന്ന സമയത്ത് എന്തായിരുന്നു എന്നുള്ളത് അവൻ ഓർക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ, വലിഹാദ ഖാല യൂസുഫ് നബി അലൈഹിസ്സലാം ഏറ്റവും അവസാനത്തിൽ ഉപ്പ തിരിച്ചു വന്നു, മാതാപിതാക്കളെ കിട്ടി, സഹോദരന്മാരെ കിട്ടി, മിസ്റിലെ അസീസായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്നി വജാഅ ബികും മിനൽ ബദു. അല്ലാഹു തആല എനിക്ക് ഏറ്റവും നല്ല ഇഹ്സാൻ ചെയ്തു. ഏത് സമയത്ത്? ഞാൻ ജയിലിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന സമയത്ത്, നിങ്ങളെല്ലാം ഈ ഒരു അവസ്ഥയിൽ എന്റെ അടുക്കൽ വന്ന സമയത്ത്. അതായത് നമുക്ക് രണ്ട് അവസ്ഥയുണ്ടാവും ജീവിതത്തിൽ, ഞെരുക്കുള്ള അവസ്ഥയുണ്ടാവും, സുഖസൗകര്യങ്ങളുള്ള അവസ്ഥയുണ്ടാവും. അപ്പൊ സുഖസൗകര്യങ്ങളുള്ള അവസ്ഥയിൽ, ഞെരുക്കമുള്ള അവസ്ഥയിൽ നിന്ന് അള്ളാഹു എങ്ങനെയാണ് നമ്മെ രക്ഷിച്ചത്, എങ്ങനെയാണ് സഹായിച്ചത് നമ്മൾ ഓർക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ കൂടുതൽ നന്ദി കാണിക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ കൂടുതൽ പുകഴ്ത്താനും വാഴ്ത്താനും വേണ്ടി ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഫവായിദുകൾ അടുത്ത ദിവസത്തിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.